പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ലോകാത്ഭുതങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈഫൽ ഗോപുരം. ഫ്രാൻസിലെ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് ഗോപുരമാണ് ഈഫൽ ഗോപുരം. ഇന്നും ഇത് ഒരു ലോകാത്ഭുതമായിട്ട് അറിയപ്പെടുന്നു. 1889 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഗോപുരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇരുമ്പ് ചട്ടക്കൂടിൽ 300.65 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗോപുരത്തിൻ്റെ 4 തൂണുകൾ 188.98 മീറ്ററിൽ യോജിക്കുന്നു. വിവിധ തലങ്ങളിലായി 3 പ്ലാറ്റ്ഫോറങ്ങൾ ഇതിനുണ്ട്. ഗസ്റ്റോ ഈഫൽ എന്ന വാസ്തുശില്പിയാണ് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയത്. ഇതിൻ്റെ ആൻറ്റിന ഉൾപ്പെടെയുള്ള നീളം 330 മീറ്ററാണ്. 276 മീറ്റർ വരെ കാണികൾക്ക് കയറി ഇത് കാണാവുന്നതാണ്. ഇതിൽ കയറാൻ ഒരാൾക്ക് 36 യൂറോ ആണ് ടിക്കറ്റ്. 276 മീറ്ററിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. പാരീസിൻ്റെ കാഴ്ച കണ്ടോ, സൂര്യൻ ഏകദേശം അസ്തമിക്കാറായിരിക്കുന്നു. ആ സമയത്ത് ഞാൻ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. നോക്കൂ, പാരീസിൻ്റെ മനോഹരമായ കാഴ്ച സായം സന്ധ്യയിൽ. എത്ര മനോഹരമാണ് അല്ലേ? വിശാലമായ പാരീസ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരമായ പാരീസിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സൂര്യാസ്തമയ സമയമാണ് ഈ കാണുന്നത്. ആ സമയത്തെ പാരീസിൻ്റെ പട്ടണ പ്രദേശമാണ് ഈ കാണുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 276 മീറ്റർ ഉയരത്തിലാണ് ഞാനിപ്പോൾ നിലനിൽക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇത്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പാരീസിൻ്റെ കാഴ്ച കണ്ടോ? ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ, മിന്നിത്തിളങ്ങുന്ന ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എന്ത് രസമാണ് പാരീസ് സിറ്റി കാണാൻ. ഇതാണ് രാത്രിയുള്ള കാഴ്ച. ഈഫൽ ടവറിൻ്റെ രാത്രിയുള്ള മനോഹരമായ കാഴ്ചയാണിത്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ച. രാത്രി 9 മണിക്ക് 10 മണിക്കും ഇതിങ്ങനെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കും. രാത്രി മുഴുവൻ മഞ്ഞപ്രകാശമുണ്ടെങ്കിലും 9 മണിക്കും 10 മണിക്കുമാണ് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത്. ഇതാണ്ടോ, എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ച. നിറയെ ജനങ്ങളായിരുന്നു അവിടെ തിങ്ങിക്കൂടിയിരുന്നത്. എത്ര രാത്രിയായാലും ജനസമുദ്രമാണ് ഈ ഭാഗത്ത്. നോക്കിക്കോളൂ, ഇതാണ് ഈഫൽ ഗോപുരം എന്നറിയപ്പെടുന്ന ലോകത്തിലെ അത്ഭുതത്തിൽ ഒന്ന്.